ഇന്ന് ഡ്യൂട്ടിക്ക് പോകാൻ നേരത്ത് കണ്ട അതിമനോഹരമായൊരു കാഴ്ചയായിരുന്നത്. അപ്പം തോന്നി എന്നാൽ ഇനി പോണോ പോണ്ടേ അങ്ങനെയൊക്കെ ഒരു ചിന്ത വന്നു. കാരണം നമുക്കിത് ഇടയ്ക്ക് കിട്ടുന്നൊരു ചാൻസാണേ. പക്ഷേ എന്താ ചെയ്യുക, പിന്നെ ജോലിക്ക് പോയില്ലെങ്കിൽ സാലറി കിട്ടില്ല എന്നുള്ള കണ്ടീഷൻ ഉള്ളത് കൊണ്ട് പോയല്ലേ പറ്റൂ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങ് നടന്നു. ഈ കൂരാകൂരിട്ടൊക്കെ കാണുമ്പോൾ തോന്നും രാത്രിയാണെന്ന്, പക്ഷേ രാവിലെ 6:40 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈവനിങ് തിരിച്ചെത്തുമ്പോഴേക്കും ഈ സ്നോ ഒക്കെ മെൽറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ സങ്കടം തീർക്കാൻ കുറച്ച് സ്നോ ഒക്കെ എടുത്ത് തട്ടിയൊക്കെ കളിച്ച് നേരെ അങ്ങ് ബസ് സ്റ്റോപ്പിലോട്ട് വിട്ടു. ഇപ്പോൾ സമയം രാവിലെ 6:45. കണ്ടോ, ഫുള്ള് മഞ്ഞ. എത്ര വട്ടം സ്നോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഓരോ വർഷത്തെയും സ്നോ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആട്ടോ. അത് കാണുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ കൊച്ചു കുട്ടികളെ പോലെ വീണ്ടും വീണ്ടും സ്നോയിൽ കളിക്കാനൊക്കെ തോന്നും. എൻ്റെ ഓഫ് ഡേയിൽ സ്നോ പെയ്തില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ വീണ്ടും കുറച്ച് നേരം സ്നോയിലൊക്കെ കളിച്ച് ബസ് വന്നപ്പോൾ നേരെ ബസ്സിൽ കയറി. ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അവിടെയാണെങ്കിൽ അടിപൊളിയായിട്ട് സ്നോ വീഴുന്നു. അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അങ്ങ് നേരെ വിട്ടു. കാരണം ഇനി വൈകിക്കഴിഞ്ഞാൽ എനിക്ക് ക്ലോക്കിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈവനിങ് സ്നോ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഞാനിരിക്കുക. ഇനി 3 മണി ആവണ വരെ കഷ്ടപ്പെട്ട് സമയം കളയണം. രാവിലെ സ്നോ മൂടിക്കിടന്ന സ്ഥലങ്ങളൊക്കെയാണ്. ഇപ്പം നോക്കിയാൽ ചെറുതായിട്ട് മാത്രമല്ലേ കാണുന്നുള്ളൂ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും എല്ലാ സ്നോയും പൂന്ന്. ഞാൻ രാവിലെ പോയപ്പോൾ എങ്ങനെയാണോ അതുപോലെയൊന്നുമല്ല ഇവിടെ. എല്ലാ സ്നോയും പോയി. ഇവിടെ സ്നോ പെയ്തു എന്ന് മനസ്സിലാവണമെങ്കിൽ ഇതുപോലെ കാറിൻ്റെ ഒരു മോൾ ഭാഗം നോക്കണം. അവിടെയൊക്കെ കുറച്ച് സ്നോ കിടക്കുന്നുണ്ട്. പിന്നെ വീടിൻ്റെ മുകളിലും ബാക്കി എല്ലാ സ്നോയും പോയി.